പെട്ടെന്ന് നമ്മൾ തിരുവനന്തപുരം വന്നപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ മിസ് ചെയ്തിരുന്നത് നമ്മുടെ നാട് കൊടുങ്ങല്ലൂരായിരുന്നു. അപ്പോൾ മിസ്സായത് നമുക്ക് 2 പെറ്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ടോമിയും ജാക്കിയും. അവരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് കൊടുങ്ങല്ലൂരിലെ ഏറ്റവും നഷ്ടങ്ങളിലെ ഏറ്റവും വലിയ നഷ്ടം. അവർ രണ്ടാളും നമ്മൾ വണ്ടിയുടെ സൗണ്ട് ആ ടേണിങ് കേൾക്കുമ്പോൾ തന്നെ 2 പേരും ഓടി വരും. ഗേറ്റ് തുറക്കാനുണ്ടായിട്ട് അത് ഇങ്ങനെ പിടിച്ച് നിന്ന്. സത്യത്തിൽ എനിക്ക് ഒരു മൃഗങ്ങളെ ഇഷ്ടമല്ല. ഞാനിതുവരെ അവരെ തൊട്ടിട്ടുമില്ല. പക്ഷെ ഒരു മൃഗങ്ങളെ എനിക്ക് വാങ്ങുമ്പോൾ വേണ്ട 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 പറഞ്ഞാൽ ഞാൻ ബഹളം വെച്ചിരുന്നാൽ എനിക്ക് പേടിയും എന്തോ ഒരു പോലെ എനിക്ക് ഒറ്റ മൃഗങ്ങളെയും ഞാൻ നേരെ ലൈഫിൽ തൊട്ടിട്ടില്ല. പക്ഷെ അവർ പോണേൻ്റെ ഒരു അവസാന സമയത്ത് 2-3 മാസം ഞാൻ തന്നെയാണ് അവരെ നോക്കാണ്ടായിരുന്നത്. പക്ഷെ ഞാൻ തൊട്ടൊന്നുമില്ല. കുളിപ്പിക്കാനൊക്കെ ഇവരാരെങ്കിലും വരുമ്പോൾ ഒന്ന് കുളിപ്പിക്കും, ആഴ്ചയിലൊരിക്കൽ. പക്ഷെ എന്തൊരു സ്നേഹമാണെന്നറിയാം. അവർക്ക് നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്കറിയാം അവരെ ഞാൻ തൊടുന്നത് അവർക്ക് പേടിയാണ്. അത് കാരണം വിട്ട് നമ്മൾ ചോദിക്കും അയ്യോ തൊട്ടുവോ എന്ന് വിചാരിക്കും. പക്ഷെ വിട്ട് ഇതാക്കും. ഫുഡ് കൊടുക്കുമ്പോഴും അതെ നല്ല വികൃതിയാണ്. വീട്ടിലെല്ലാ ചെരുപ്പുകളും നശിപ്പിച്ചു. ഷൂ, പിന്നെ തുണിയൊന്നും പുറത്തിടാൻ പറ്റില്ല. തുണി എവിടെയെങ്കിലും നമ്മൾ പുറത്ത് തോരയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു കാര്യം. പക്ഷെ എന്നാലും അടിക്കുകയൊന്നും ചെയ്തിരുന്നില്ല അവർ. ഓക്കെ, ചീത്ത ആദ്യം ഒരു പ്രാവശ്യമൊക്കെ ഒരു വലിയൊരു ചവിട്ടി ഉണ്ടായിരുന്നു. ആ ചവിട്ടി മൊത്തം കടിച്ചതാക്കി. പക്ഷേ അവർക്ക് അറിയില്ല. പിന്നെ അവരുടെ പല്ലിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്താലും അവിടെ ഒരു ഇതും ഇല്ല. എന്നെ ചീത്ത അറിയും, നീ എന്തിനെ പുറത്തെടുത്ത് വെച്ചാൽ അത് കാരണമല്ലേ എന്നുള്ളത്. അവരായിട്ട് നമ്മുടെ വീട്ടിലൊരു മെമ്പർ എന്ന് പറയില്ല, അത്രയും ക്ലോസ് ആയിരുന്നു നമ്മളായിട്ട്. ഇപ്പം നമുക്ക് വീട്ടിൽ പോകുമ്പോൾ ആ ഗേറ്റിനടുത്ത് എത്തുമ്പോൾ തന്നെ എത്രയോ വലിയൊരു ശൂന്യതയാണ് നമുക്ക് ഇതാവുന്നത്. അത് ഞങ്ങൾക്ക് മാത്രമല്ല തോന്നുന്നത്, നമ്മൾ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ തന്നെ പറയും അയ്യോ, മറ്റേ 2 പേരും അവിടെ ഉണ്ടായിരിക്കും. ഒരു സൈഡിൽ വനും മറ്റേ സൈഡിലും. രാവിലെയൊക്കെ കടന്നുറങ്ങുന്നതാണ്. അവർ ഉറക്കം മുഴുവനും ഒരു 11:30 മണി ആവുമ്പോഴാണ്. നല്ല കൂർക്കം വലിച്ച് ഉറങ്ങും. ഒരാളുടെ മേലെ വേറൊരാൾ. ടോമിയാണ് വലുത്, അവൻ്റെ മേലെ ജാക്കി ഇങ്ങനെ ചാരിക്കടന്ന്. പിന്നെ നമുക്കുള്ളത് എൻ്റെ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വയലറ്റ് കളറുള്ള ചെടി, പേരൊന്നും എനിക്കറിയില്ല. വയലറ്റ് കളറുള്ളൊരു പൂവുള്ള ചെടിയും പിന്നെ റോസ് പൂ, റെഡ് റോസിനെ ഞാൻ അവിടെ ആകുമ്പോൾ അങ്ങനെ കുഞ്ഞു കുട്ടിയോളെ നോക്കില്ല അതുപോലെ നോക്കിയിരുന്നു. പക്ഷെ അവൻ പൂവൊക്കെ തരും. ഇലയിൽ മുഴുവൻ പുഴുക്കടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പൂവിലേക്കും അതെടുക്കുമ്പോൾ നാശമായി പോവും. അത്ര നല്ലത് വന്നിരുന്നില്ല. ലാസ്റ്റ് മന്ത് ഞങ്ങൾ നാട്ടിൽ പോയി നോക്കണു, നൈറ്റിലാണ് പോയി. അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. എത്തിയപ്പോഴാണ് എൻ്റെ രാവിലെ പോയി തുറന്നു നോക്കണു, വാതിൽ തുറന്നു നോക്കണു, കൊമ്പ് ഇങ്ങനെ താണിക്കണു. പൂക്കൾ വന്നിട്ട് ആ പൂക്കളുടെ ഭാരം കൊണ്ട് നിറയെ റോസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്സ്, അതായത് നമ്മുടെ നൈബേഴ്സ് വളരെ നല്ല നൈബേഴ്സാണ്. അവരെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊടുങ്ങല്ലൂരിനേക്കാട്ടിലും നമുക്ക് ബെസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തിരുവനന്തപുരം തരുന്നത്. നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് എല്ലാം എന്തായിരിക്കും എന്നൊരു ഇതിന് മുന്നേ ഞങ്ങൾ തിരുവനന്തപുരം ഉണ്ടായിരുന്നു, തുമ്പയിലുണ്ടായിരുന്നു. പക്ഷെ അത് 10-25 വർഷം മുന്നേ, 25-27 വർഷം മുന്നേ ആയിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് വന്ന് ഇതിപ്പോൾ സിറ്റിയുടെ നടുവിൽ തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അത് കാരണമാണ് ഫ്ലാറ്റുകളിലൊന്നും പെറ്റ്സിനെ അലോ ചെയ്യില്ല. തിരുവനന്തപുരം വന്നിട്ട് എന്താ നല്ല എക്സ്പീരിയൻസ്. ഈ 6 മാസം കൊണ്ട് തന്നെ ലൈഫിൽ നമ്മൾ കാണണം എന്ന് വിചാരിച്ച പല വ്യക്തികളെയും കാണാൻ പറ്റി. ഞങ്ങൾ വന്ന് 2-3 മാസമായപ്പോഴാണ് തോന്നുന്നു മോഹൻലാലിനെ ആദരിച്ചില്ലേ, ഈ കേരള ഗവൺമെൻറ് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഒരു മതിലാണ്, നമുക്ക് ഈ ഫ്ലാറ്റ് കഴിഞ്ഞ ഒരു റോഡ്, അതിനപ്പുറത്താണ് സെൻട്രൽ സ്റ്റേഡിയം. അവിടെയാണ് പ്രോഗ്രാമിന്. ഞങ്ങൾ ഇതിങ്ങനെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും അറിയുന്നുണ്ട്. ഹസ്ബൻഡ് വന്ന് കണ്ണേട്ടം വന്ന് പറഞ്ഞു വേണമെങ്കിൽ പോയിക്കോളും എന്നൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് അത്ര നമുക്ക് പരിചയമില്ലല്ലോ. പിന്നെ വൈകുന്നേരം നടക്കാനിറങ്ങി ഫുൾ ലൈറ്റും കാര്യങ്ങളും എന്തായിരിക്കും വിചാരിച്ച് പോയി നോക്കുമ്പോഴാണ് കാണാൻ പറ്റി. പക്ഷെ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ല. MG ശ്രീകുമാർ, റിമി ടോമി, സുജാത, അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈഫിൽ ഞാൻ കാണണം അത്ര ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു,
ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി മമ്മൂട്ടി. അതൊരു ഭയങ്കര നല്ലൊരു എൻ്റെ ലൈഫിൽ നല്ലൊരു നമ്മൾ ആഗ്രഹിച്ചിരുന്നല്ലോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല എത്ര കാലമായിട്ടും. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. മമ്മൂട്ടി എനിക്ക് കാണണമെന്ന് നല്ല ആശ ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ നേവൽ ഷോ, അതിന് ഞങ്ങൾക്ക് VVIP പാസ് കിട്ടി. അത് ചിലപ്പോൾ നമുക്ക് എത്ര പൈസ ഉണ്ടായാൽ പോലും നമുക്ക് ലൈഫിൽ കിട്ടാത്തൊരു സംഭവമായിരുന്നു. ആ നേവൽ ഷോ ഒക്കെ നമ്മൾ ആ VVIP ഗാലറിയിലിരുന്ന് ഇങ്ങനെ അത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അത്ര ഗ്രേറ്റ് ആയിരുന്നു. അപ്പം അതിനൊക്കെ താങ്ക് ഗോഡ്, അത്രയും ഭയങ്കര നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ ലൈഫിൽ മിക്കവാറും ഞാൻ പല വിചാരിച്ചിരുന്നു ഈ കൊടുങ്ങല്ലൂർ എങ്ങനെ ഞാൻ ഇനിയുള്ള ലൈഫ് മുഴുവൻ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു മാറ്റില്ല, കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ചിന്തിക്കാതിരിക്കുമ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടിയത്. പക്ഷെ അത് അതിലും ബെസ്റ്റായിരുന്നു. മനസ്സിലായി, കൊടുങ്ങല്ലൂർ നമുക്ക് അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ജോലി വീട് അത് മാത്രമായിരുന്നു. ഫുൾ ടൈം അത് തന്നെയായിരുന്നു. അതല്ലാതെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. കൂടി വന്നാൽ ഞങ്ങൾ എറണാകുളം പോകുമ്പോഴും നമുക്ക് ഹസ്ബൻഡിനെ തിരക്ക് ഒരു മിക്കവാറും ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോൾ തിരക്കായിരിക്കും. പിന്നെ മോൻ വന്നിട്ട് കുട്ടൻ്റെ കൂടെ പോകുമ്പോഴാവും നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് പോവുക. പക്ഷെ തിരുവനന്തപുരം അതല്ല, നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി. ഇവിടെ അടുത്ത് തന്നെയാണ് സൂ, ശംഖുമുഖം ബീച്ച്, പിന്നെ കോവളത്തും ശംഖുമുഖത്തൊക്കെ ഞങ്ങൾ പോയി. പിന്നെ അടുത്ത് സൂ ഉണ്ട്, സൂവിൽ പോയിട്ടില്ല, ഒരു ദിവസം പോകണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഈ ഒരു 5 മാസത്തിനുള്ളിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന്. സത്യത്തിലല്ല, അതിലും നല്ലത് നമുക്ക് ലൈഫിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചോദിച്ചു അയ്യോ ഇനിയൊരു ലൈഫില്ല, എന്ത് ചെയ്യുമെന്ന്. ഒരു 4 ദിവസം അത്ര മാത്രമേ വരിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം തന്നെ നമുക്കുള്ള വേറൊരു സ്ഥലം റെഡിയാക്കി വെച്ചിട്ട് കോള് വന്നു. എല്ലാം അങ്ങനെയാണ് ലൈഫിൽ, ഒന്ന് കഴിയുമ്പോഴേക്കും വേറൊന്നും നമുക്ക് കഴിയും. നിങ്ങൾക്കും ഇങ്ങനെ വല്ല എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.